അസ്സലാമലൈക്കും. എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും ഐശ്വര്യം ഐക്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ. പിന്നെ എല്ലാവരും കരുണ ഉള്ളവരായിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെ ഹൃദയം കരുണ ഉള്ള ഹൃദയം ആയിരിക്കട്ടെ. കാരണം നമുക്ക് നമ്മളെ മക്കളോട് ഉപദേശിക്കാൻ കരുണ വേണമെന്നാണ് നമുക്ക് കാര്യമായിട്ട് ഉപദേശിക്കാനുള്ളത്. നമ്മളെ സഹപാഠിനെ തിരിച്ചറിയാനും നമ്മളെ പിന്നെ ബന്ധങ്ങളെ മൂല്യം തിരിച്ചറിയാനും സ്നേഹം എങ്ങനെ ഒരാളുടെ അടുത്ത് പെരുമാറണമെന്നും ഒരാളും നമ്മൾ കാരണം വേദനിക്കരുതെന്നും അവർക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കരുണയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മക്കളെടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ളത്, എപ്പോഴും നമ്മൾ സന്തോഷിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ആനന്ദിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ പിന്നെ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെട്ട് നമ്മളുടേതായ രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ ഓരോ കുട്ടിയും ആഗ്രഹിക്കും എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അപ്പോൾ നമ്മളിൽ നിന്നൊരു വീഴ്ച വന്നിട്ട് ഒരാളെ ജീവിതത്തിനും ഒരു വിഷമോ തടസ്സമോ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമ്മളെ സംസാരത്തിൽ കൂടുതലായി പോവും, ചിലത് നമുക്കൊരു വാശി കയറും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വാശി പിടിക്കാനും ദേഷ്യം പിടിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ക്ഷമിക്കാനും പിന്നെ അതേപോലെ കാരുണ്യത്തോടെ പെരുമാറാനും കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പം നമ്മൾ ആ പ്രയാസത്തിൻ്റെ കൂടെ നിൽക്കുക വേണ്ടത്. നമ്മൾ എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എത്രത്തോളം നമുക്ക് കാരുണ്യം ഉണ്ടോ അത്രത്തോളം നമുക്ക് വിജയമാണ്. അപ്പോൾ വിജയിക്കാൻ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് ഒരാളെ വിഷമിപ്പിച്ചിട്ട് വിജയിക്കുക എന്നുള്ളതല്ല, ഒരാളെ വളരെ ക്ഷമയോടെ ചേർത്ത് പിടിച്ച് വിജയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും മികച്ചത് എനിക്ക് കിട്ടണം അല്ലേ, നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുക. അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാവണം, ഞാൻ ഉദ്ദേശിച്ച രീതിയിലുമാണ് എൻ്റെ കാര്യങ്ങൾ നടക്കാൻ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ വാശി പിടിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും അവരുടേതായ ആഗ്രഹങ്ങളും അവരുടേതായ സന്തോഷങ്ങളും ഉണ്ടെന്നും അവരെ ജീവിതത്തിന് നമ്മൾ ഒരിക്കലും ഒരു വിഷമാവുക തടസ്സാവുക ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ കരുണയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ അത് അപൂർവമാണ്, ഭയങ്കര സന്തോഷമുള്ള ഒരു ഇതാണ്. കാരണം ഇതിപ്പോൾ ഒരു പക്ഷി മൃഗാദികളോട് പോലും, ഒരു ഉറുമ്പ് മുതൽ ആന വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനോടും നമുക്ക് ഒരു കാരുണ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ മക്കളെടുത്ത് എന്നും പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് എന്ത് വിഷമം ആരെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് എല്ലാവർക്കും ദേഷ്യം പിടിക്കാനൊക്കെ കഴിയും, പക്ഷെ ക്ഷമിക്കാനാണ് കഴിയാതെ പോവുക. അപ്പോൾ ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുന്നത്. ഒരു പക്ഷെ നമ്മളൊരു എടുത്തുചാട്ടം, ഒരു നിമിഷം നേരത്തെ നമ്മളൊരു ദേഷ്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ, ഒരു വാക്ക് ഒഴിവാക്കിയിരുന്നെങ്കിൽ, ഒരു പ്രവൃത്തി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരുപാട് വിഷമങ്ങൾക്ക് പരിഹാരമായേന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമുക്ക് ദേഷ്യം കൊണ്ടും വാശി കൊണ്ടും നേടാൻ കഴിയാത്തത് ക്ഷമ കൊണ്ട് നേടാൻ കഴിയും, നമ്മളെ പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയും. അപ്പോൾ ക്ഷമയോടെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈ വ്രത ഉള്ള ഈ ഒരു പിന്നെ മാസത്തിൽ പ്രത്യേകിച്ച് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമ്മൾ എന്തിനും ത്യജിക്കാൻ തയ്യാറാവുമ്പോഴാണ് നമുക്ക് എല്ലാ നേട്ടങ്ങളും കൈവരിക എന്ന് നമ്മൾ വിശ്വസിക്കണം, ഉറച്ച് വിശ്വസിക്കണം. കാരണം നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം നമ്മളെ മനസ്സിലുണ്ടോ, നമ്മളെ അനുഗ്രഹങ്ങൾ തേടി വരും. നമുക്ക് വിട്ടുവീഴ്ച ഇല്ല, നമുക്ക് വാശി ദേഷ്യം കോപം അതുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നെഗറ്റീവ് മാത്രം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ അതൊക്കെ വിട്ടിട്ട് ഇന്നു മുതൽ ഇത് കേൾക്കണ ഓരോ രക്ഷിതാവിൻ്റെ രക്ഷിതാവും കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തണം. എന്നിൽ നിന്ന് ഈ സമൂഹത്തിന് വിപത്തുണ്ടാവണ ഒന്നും ഞാൻ ചെയ്യൂല, അതേപോലെ എന്നിൽ നിന്ന് ഒരാൾക്കും വിഷമം ഉണ്ടാവണ ഒരു ഘട്ടത്തിലേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിഷമം ഉണ്ടാവില്ല. ഇനി നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ആ ചിന്തയിൽ നിന്ന് അവരെ തിരിച്ചു പിടിക്കണം. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മളെ സഹപാഠി എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മാൻ്റെ കുട്ടിനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സും ആർജവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റവും മികച്ച വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇന്ന് വന്നിട്ടുള്ളത് ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഇതാണ് കേട്ടോ, കുർത്തിയാണ്, കോളർ കുർത്തിയാണ് ചെയ്യുക. വീനക്കിൽ കോളർ വെച്ചിക്കാണ്ടാണ്. അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ തിരക്ക് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സമയമില്ലാതെ പോയത്. അപ്പോൾ ഇതൊരു നൈറ്റി ക്ലോത്താണ്, നമ്മളെ ഷോപ്പിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിൻ്റെ വിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70 25 69 70 70 കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസ് ആയതോ അവർ പിന്നെ സെൻഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ടൈം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പിന്നെ അത് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഈ നൈറ്റി ബിറ്റിൽ നമ്മളൊരു കുർത്തി ചെയ്യാം. പിന്നെ എല്ലാവർക്കും കാലാവസ്ഥ ഒക്കെ എല്ലായിടത്തും ചൂടാണ് അല്ലേ,
റംസാനൊക്കെ സുഖകരമായ രീതിയിൽ പോകുന്നുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത്, ഇപ്പോൾ SLC പരീക്ഷ എഴുതുന്നവർക്കും +2 പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഏറ്റവും മികച്ച വിജയം ഉണ്ടാവട്ടെ. അവർ ആഗ്രഹത്തിൽ നിന്ന് കവിഞ്ഞ ഏറ്റവും മികച്ചതായിരിക്കട്ടെ അവർക്കൊക്കെ കിട്ടുന്ന ആഗ്രഹങ്ങളെ സഫലീകരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, കൂടെ ആശംസിക്കുകയാണ്. ആദ്യം ഞാൻ താഴ്ഭാഗത്തൊരു ലൈൻ ഇട്ടു. ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ ലെങ്ത് ഒരു 46 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത് കേട്ടോ. എൻ്റെ മോളളവാണ് എടുക്കുന്നത്. 46 ഇഞ്ച് ലെങ്ത്താണ്. അപ്പം അതിലേക്ക് ഞാൻ 1.5 കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം 47.5. ഓക്കെ, 47.5. എന്നിട്ട് ഇവിടുത്തെ എത്ര കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി നോക്കുക. 8.25. എപ്പോഴും തുണിനെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ രീതിയാണ് പ്രയോഗിക്കേണ്ടത് കേട്ടോ. അതേപോലെ ചെയ്താൽ മതി. ഇത് ഞാൻ കൈക്ക് വേണ്ടിയിട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ താഴ്ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തേക്കാണ് വരേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് തുണി വേസ്റ്റ് ആവാതെ കിട്ടുള്ളൂ. മേലെ നിന്ന് താഴോട്ട് വരുമ്പോൾ തുണി വേസ്റ്റ് ആയി പോകും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് തുണിനെ സേവ് ചെയ്ത് മടക്കുക കേട്ടോ. അപ്പോൾ തുണി നമ്മൾ വേസ്റ്റ് ആവാതിരിക്കാനാണ് സേവ് ചെയ്ത് മടക്കുന്നത്. അപ്പോൾ അതേപോലെ മടക്കി. അപ്പോൾ നമ്മൾ തുണി സേവ് ചെയ്ത് മടക്കണ സമയത്ത് നമ്മളെ ഹിപ്പ് ലൂസ് മീൻസ് നമ്മളെ ഓപ്പൺ റൗണ്ട് ഉണ്ടല്ലോ, ഓപ്പൺ റൗണ്ട് എത്രയാണോ നോക്കിയിട്ട് അതിലേക്ക് 1 ഇഞ്ച് തുമ്പും 1 ഇഞ്ച് എക്സ്ട്രയും കൂട്ടിയിട്ട് വേണം ഈ ഇതെത്ര മടക്കാൻ. ഓക്കെ, തോന്നിയ പോലെ മടക്കരുത്. ഇതിൻ്റെ ഒരു കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹിപ്പ് ലൂസ് എത്രയാണോ നോക്കുക. അപ്പോൾ 11 ഇഞ്ചാണ് ഓളെ ഹിപ്പ് ലൂസ്. 11 + 1 കണ്ടോ, കുറച്ച് കുറവുണ്ട് മടക്കിയത്. 11 + 1 + 1 കൂടെ വേണം. 1 തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തിരിയും കൂടെ മടക്കണം. ഇപ്പം മൊത്തം 13 വേണ്ടത്. 13 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ക്ലോത്ത് കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കൊരു കൈക്ക് ക്ലോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം കൈക്ക് കിട്ടും. അതേപോലെ ഇപ്പോൾ ഇതിന് കോളർ വെക്കാൻ നമുക്ക് നീളത്തിലുള്ള ഒരു പീസ് വേണം. ആ പീസിന് നമുക്ക് ഈ ഭാഗത്ത് എടുക്കാം. അപ്പോൾ ഇത് ഒന്നിച്ച് കട്ട് ചെയ്താൽ വേസ്റ്റ് ആവണത് പിന്നെ 4 പീസ് ആവണതാണ് നമുക്ക് 2 പീസായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് 14 ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അല്ല 13. അപ്പോൾ ഇതും 13 ഉണ്ട്. പിന്നെ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യണത്. ഷോൾഡർ 7 കേട്ടോ. അപ്പോൾ നമ്മൾ ആം ഹോൾ 7 മാർക്ക് ചെയ്യണത്. നമ്മൾ 1/2 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്യും. അത് കാരണമാണ് മാർക്ക് ചെയ്യണത്. ഓക്കെ, 7 ഇഞ്ച് ഷോൾഡർ ഉണ്ടെങ്കിൽ 1/2 ഇഞ്ച് തുമ്പിടണം കേട്ടോ. കോളർ ആയതുകൊണ്ട് നമ്മൾ ബാക്ക് നെക്ക് ഇറക്കാത്തത് കൊണ്ടാണ് 1/2 ഇഞ്ച് തുമ്പിടുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയതാണ്. ഓക്കെ, പിന്നെ ഇത് 7 ഇഞ്ചാണ് കേട്ടോ. ആം ഹോൾ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മതി. പിന്നെ നമ്മളെ ചെസ്റ്റ് 10.5 അതിലേക്ക് 1.5 ഇഞ്ച് തുമ്പ് കൂട്ടി. അതേപോലെ ഷേപ്പ് ലെങ്ത്ത് 14 അതിലേക്ക് ഷേപ്പ് റൗണ്ട് 9.5 കേട്ടോ. 9.5. പിന്നെ ഓപ്പണിൻ്റെ ലെങ്ത്ത് 11.5 ഇല്ല, സോറി 22.5 22.5. അതിൻ്റെ റൗണ്ടാണ് 11 കേട്ടോ. 11.25 ഇഞ്ചാണ് ഞാൻ തുമ്പ് ചെയ്യണത്. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് 12 + 3/4 12 ഇഞ്ച് തുമ്പും 12 ഇഞ്ച് പിന്നെ അടിലൂസും 3/4 ഇഞ്ച് തുമ്പും. ഇനി നമ്മൾ ഇതിൽ നിന്ന്
ഇതിലേക്ക് വരക്കുകയാണ്. എപ്പോഴും സ്കെയിൽ ഉപയോഗിച്ച് വരക്കാൻ ശ്രമിക്കുക. കാരണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈന് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പം അതങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിവിടെ കർവ് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്തു. ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു. ഓക്കെ, ഇനി കട്ട് ചെയ്തെടുത്താലോ? അപ്പോൾ നമ്മൾ എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുകയാണ്. ഇവിടെ എന്തിനാ? ഇവിടെ നമുക്ക് ഓപ്പൺ എവിടെ ഇടേണ്ടിന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് മടക്കി അടിക്കുന്നത് എവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളെ ഷേപ്പ് റൗണ്ട് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളെ സെൻറ്റർ ഭാഗമാണ്. ഇതിനെ നമ്മൾ രണ്ടാക്കുകയാണ് കേട്ടോ. ഇതിനെ മുൻ പീസും ബാക്ക് പീസും വേറെ ആക്കുകയാണ്. എന്നിട്ട് ഇനി നമ്മൾ ഫ്രണ്ട് ഇതിൽ നെക്കാണ് മാർക്ക് ചെയ്യണത് കേട്ടോ. അപ്പൊ നെക്ക് 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യണത്. ഓക്കെ, നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. ഓക്കെ, പിന്നെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് കേട്ടോ. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരക്കുകയാണ് കേട്ടോ. ഇതിനിങ്ങനെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മളിത് കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരക്കുകയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലായിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് വരക്കുന്നത്. ഇത്ര ഉണ്ടോ? ഈ ഒരു നീളത്തിൽ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഒരു കട്ടിങ് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പീസിൽ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. ബാക്ക് പീസിൽ നെക്കിൽ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പം അതിന് മുമ്പ് ആദ്യം ഇത് വെച്ച് കൊടുക്കുക. എത്രയാണ് നമ്മൾ വെച്ചത് നോക്കുക. കണ്ടോ? ഇങ്ങനെ വെച്ചു, ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത പീസ് വെച്ചാൽ മതി കേട്ടോ. കണ്ടോ? അല്ലെങ്കിൽ ഷോൾഡർ ചെറുതും വലുതും ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ കൈയാണ് ചെയ്യുന്നത് കേട്ടോ. കൈ ഒരു കൈ എത്ര കിട്ടുക നോക്കുക. കൈ നീളത്തിൽ കിട്ടണം. നീളത്തിലാവുമ്പോൾ താഴ്ഭാഗത്തേക്ക് പീസ് ഒരു 19 ഇഞ്ചൊക്കെ ലെങ്ത്ത് വേണം. കുറച്ച് കൈയിറക്കം ഇതെത്ര ഉള്ളത് നോക്കുക. താഴെ ഒരു പീസ് ഇട്ട് കൊടുക്കാം ലെങ്ത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ. ഇത് 17ആണുള്ളത്. നമ്മൾ ഒരു 18യിൽ ഒരു 1.5 ഇഞ്ച് പീസിനെ മറിച്ചിടാം. ഒരു സ്ട്രാപ്പായിട്ട് കൊടുക്കും കേട്ടോ കൈക്ക്. കൈയിൻ്റെ വിഡ്ത്ത് ഇവിടെ 9 വേണ്ടത്. 9.5 വേണം. 9.5. അപ്പം നമ്മളൊരു ചെറിയ പീസ് ഇവിടെ വെച്ച് കൊടുക്കേണ്ടി വരും. ഇവിടെ ഉണ്ടോ? 9.5 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കണം. 3.5 ഇഞ്ചാണ് നമ്മൾ ഷേപ്പ് ചെയ്യണത് കേട്ടോ. 3.5 ഇഞ്ച് ഷേപ്പ് ചെയ്യണം. പിന്നെ കൈയിൻ്റെ അടിവശം 5.5 ഇഞ്ചും 1 ഇഞ്ച് തുമ്പും ഇവിടുന്നാണ് വരക്കണത്. കാരണം ഇവിടെ നമുക്ക് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാണ്ടാവും കേട്ടോ.
നമ്മളത് കൈ കട്ട് ചെയ്യാം. ഡാമുകൾ കട്ട് ചെയ്ത പീസ് ഉണ്ടായിരുന്നല്ലോ, പോയോ? ഇങ്ങനെ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കാനാണ്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ഇതിൻ്റെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പീസ് ഇവിടെ വെച്ച് കൊടുക്കും. ഈ കൈ ഇവിടെ വെട്ടിയെടുത്ത പീസാണ് കേട്ടോ, കണ്ടോ? ഇത് വെട്ടിയെടുത്ത പീസിനെ നമ്മൾ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്ര സിമ്പിളായിട്ടല്ലേ കുർത്തി കട്ട് ചെയ്തത്. ഇനി നമ്മളിതിനെ സ്റ്റിച്ചിങ് ആണ് ചെയ്യണത് കേട്ടോ. ഇതിങ്ങനെ നിവർത്തിയിട്ടു കേട്ടോ. അപ്പൊ നമ്മൾ